ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം എൻഡായി, അപ്പോൾ പുതിയൊരു മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം നോക്കണമെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തൊരു ക്യാൻഡിലും കൂടിയായിരുന്നു. പ്രൈസ് ഇപ്പോഴും സ്റ്റിൽ ബുള്ളിഷിൽ തന്നെയാണ്. ഇനിയും പ്രൈസ് അടുത്ത നെക്സ്റ്റ് മന്ത് വരുമ്പോഴും ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് ഒരു ചെറിയൊരു ബിയറിഷ് എന്ന് പറയാൻ പോലല്ല, ഒരു റേഞ്ചിലേക്കുള്ള രീതിയിലാണ് പ്രൈസ് എന്ന് വെച്ചാൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോയില്ല. അതായത് പ്രീവിയസ് ഒരു വീക്കിൻ്റെ ഒരു ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് നമ്മൾ ഉണ്ടായത്. നമുക്ക് ഡേയിലേക്ക് വരാം. ഓൾറെഡി നമ്മൾ ഡേയിൽ ഈ ഒരു IFC ക്യാൻഡിൽ സ്പോട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇതിൻ്റെ ഒരു കൺഫർമേഷനിൽ പ്രൈസ് ഒന്നെങ്കിൽ താഴേക്ക് പോകണം. തിരിച്ച് പ്രൈസ് കയറി വന്നു. ഫ്രൈഡേ ഒക്കെ ഇവിടെ വന്ന് പ്രൈസ് ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും ബുള്ളിഷ് ആണെങ്കിൽ ഒന്നെങ്കിൽ പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോകണം. ബ്രേക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു റേഞ്ചിൽ നിൽക്കാനുള്ള സാധ്യത. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് റേഞ്ചിൽ നമ്മളെല്ലാം ടെക്നിക്കൽ പരമായിട്ടാണ്, അല്ലാതെ യാതൊരുവിധ രീതിയിലത്തെ കാര്യങ്ങൾ ഇവിടെ പറയില്ല. നമുക്കപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് പ്രൈസ് റേഞ്ചിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ റേഞ്ചിൽ തന്നെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ബൈയിലേക്കും സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളിപ്പോൾ ബൈയിലേക്കുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ ബൈയിലേക്കുള്ള സാധ്യതകൾ കൂടുതൽ നമുക്ക് തന്നു. സെല്ലിലേക്കുള്ള സാധ്യതകളും തന്നു. പക്ഷേ സെല്ലിലേക്ക് പലതും സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അതാണ് സെല്ല് സൂക്ഷിച്ചെടുക്കണം. നമ്മൾ എങ്ങനെയാണോ തൊട്ട് മുമ്പത്തെ സെല്ല് പ്രൈസ് മൂവ് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ തന്നെ ആയിരിക്കും അടുത്ത സെല്ല് വരുമ്പോഴും മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബൈ സൈഡ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ട്രാപ്പുകൾ ഒന്നും തരാതെ തന്നെയാണ് പ്രൈസസ്. വളരെ സിമ്പിൾ എൻട്രീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഡേ 4 അവർ 1 അവർ 50 മിനിറ്റ് ഈ ഒരു സ്ട്രക്ചർ ബേസ് നമുക്ക് നോക്കണമെങ്കിൽ പുതിയൊരു സ്ട്രക്ചർ ഒന്നും ഈ ആഴ്ച ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ സെക്ഷൻ്റെ രീതിയിൽ എൻട്രി നോക്കണമെങ്കിൽ, ഇന്ത്യയുടെ സ്ട്രക്ചറൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് എൻട്രി എടുക്കാം. ഇപ്പോൾ സെക്ഷൻ്റെ രീതിയിലാണെങ്കിൽ സെക്ഷനിൽ ട്രാപ്പുകൾ ഉണ്ടാകും. ഗ്യാപ്പ് സമയത്ത് എൻട്രി എടുക്കരുത്. പുതിയൊരു സെക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹൈയോ ലോയോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. നമ്മൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ലോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ട്രക്ചർ 50 മിനിറ്റിൽ എടുക്കാം. 50 മിനിറ്റിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ സെക്ഷനും കൂടി കമ്പയർ ചെയ്ത് എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് SL അടിക്കാതെ സുഖമായിട്ട് ട്രേഡിൽ കയറാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ ട്രാപ്പ് സെറ്റപ്പിൽ നോക്കണമെങ്കിൽ നമുക്ക് ട്രാപ്പൊക്കെ ഒഴിവാക്കിയായിരുന്നെങ്കിൽ ബൈ സൈഡ് SL അടിക്കാതെ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൂവ്മെൻറ്റുകൾ ഞാൻ പറഞ്ഞതാണ്. റേഞ്ച് വരുമ്പോൾ പ്രീവിയസ് ഹൈ ഒന്നും പോയി തന്നെ പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. മെയിൻ ടാർഗറ്റ് ഒന്നും വെക്കരുത്. ഇപ്പോൾ നിങ്ങൾ സെക്ഷൻ്റെ തന്നെ മെയിൻ ഹൈ ഒക്കെ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടാതെ പ്രൈസ് റിയാക്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു പറഞ്ഞതാണ്. അതിന് മുമ്പത്തെ ആഴ്ച നല്ല ബുള്ളിഷ് ആണെങ്കിൽ ഈ ആഴ്ച നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരും എന്നുള്ളത് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ട്രേഡ് എടുത്ത ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അധിക ദിവസങ്ങളൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ എടുത്ത ട്രേഡുകളൊക്കെ എല്ലാം തന്നെ നല്ല ട്രേഡുകളാണ്. ഇതുകൊണ്ട് തന്നെ ആകെ 1-2 ദിവസം നിസ്സാര സമയം ട്രേഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ സാധാരണ എടുക്കുന്ന പോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ 2 ആഴ്ചയിലുണ്ടായേക്കാളും കൂടുതൽ പ്രോഫിറ്റാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. നമ്മൾ ആകെ 1-2 ദിവസം അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങൾ വളരെ മണിക്കൂർ. എന്നാലും ഞാൻ മെയിനായിട്ട് നോക്കാം. എൻ്റെ ഏറ്റവും വലിയ ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മൊബൈലാണെങ്കിലും ട്രേഡ് എടുക്കാനല്ല, ചാർട്ടുകൾ ഇങ്ങനെ നോക്കി പോകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം അതാണ്. അങ്ങനെ ആയതാണ് കേട്ടോ. അതിനു മുമ്പ് ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് യാതൊരുവിധ രീതിയിലത്തെ എൻട്രികളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ഓപ്പൺ ചെയ്ത രീതിയിലില്ലേ. ഇപ്പോൾ ഒന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ സ്ട്രക്ചറിൻ്റെ പറയണമെങ്കിൽ പോലും പ്രീവിയസ് ലോയുടെ ഇവിടെ പ്രീവിയസ് ഹൈ ഇവിടെ നിന്ന് ഈ ഹൈ എടുത്തിട്ട് ഒരു സെല്ല് നോക്കാവുന്നതായിരുന്നു. നല്ലൊരു സെല്ലായിരുന്നു. അതേപോലെ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് തിരിച്ച് കയറി വന്നത്. അപ്പോൾ ഇവിടെ നിന്നും ചില ആൾക്കാർ ഈ ഒരു OB ഒക്കെ നോക്കിയിട്ട് അത് നോക്കി ബൈ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. ഓക്കെ, ഞാൻ സെക്ഷനും കൂടി നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ത്യനൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരികയാണെങ്കിലും 1 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് സെല്ലെടുത്ത സമയത്താണെങ്കിൽ എക്സ്ട്രീമിൽ വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്തത് നമ്മൾ കണ്ടു. അല്ലെ, ഇവിടെയും വന്ന് എക്സ്ട്രീം ഐഡിയം എടുത്ത് എക്സ്ട്രീം ഹൈയിൽ നമ്മുടെ വിക്ക് വെച്ചാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് താഴേക്ക് വന്ന് ഈ ലോ ബ്രേക്ക് ചെയ്തു. നല്ല സെല്ലായിരുന്നു. ഇവിടെ വീണ്ടും പ്രൈസ് വന്നു. ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹൈയിൽ പ്രൈസ് വന്നു, വീണ്ടും അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോന്നു. അപ്പോൾ നല്ലൊരു എൻട്രി സെറ്റപ്പ് ആയിരുന്നു. നമ്മളിപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷനും കൂടി നോക്കണം. അതേപോലെ സെല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷനും കൂടി നോക്കിയിട്ട് സെല്ലെടുക്കുന്നത് തന്നെയായിരുന്നു ബെറ്റർ.
നമുക്ക് മൺഡേ മുതലുള്ള ട്രേഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വേറെ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇപ്പോൾ നമുക്ക് മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തു, ഫ്രൈഡേ കഴിഞ്ഞു, മൺഡേ ഓപ്പൺ ചെയ്തു. ഏഷ്യൻ ബിയറിഷ് ആയിരുന്നു, ലണ്ടൻ ബുള്ളിഷ് ആയിരുന്നു. നമുക്ക് ന്യൂയോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ന്യൂയോർക്ക് ലണ്ടനും തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഇടയിലാണ് പ്രൈസ് താഴേക്ക് പോകുന്നേക്കുന്നത്. ഈ ഗ്യാപ്പ് എടുക്കാൻ താല്പര്യമില്ല എന്നെങ്കിൽ എടുക്കണ്ട. അല്ലാതെ ഞാൻ 1 അവറിൻ്റെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രീവിയസ് ഹൈ പോയി ബിഗ് ബ്രേക്ക് നടത്തിയിട്ട് എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. ഇപ്പോൾ നമുക്ക് അത് നോക്കണേ, എടുക്കാത്തവരെടുത്തില്ല, ഓക്കെ, ഡോണ്ട് വറി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ ആ ന്യൂസ് സമയത്ത് വന്ന് ലണ്ടൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഈ കൺഫർമേഷൻ നിങ്ങൾക്ക് ബൈ എടുക്കാമായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ടത് പ്രീവിയസ് ഹൈ പോയി വെക്കാതെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെയാണ് വെക്കണമെങ്കിൽ സുഖമായിട്ട് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറാം. എന്താ വെച്ചാൽ പ്രൈസ് നമുക്ക് നല്ലൊരു എൻട്രി ഒക്കെ ഇട്ട് 513, 23, ഏകദേശം ഒരു 60, 70, 100 വരെയൊക്കെ സുഖമായിട്ട് റൈഡ് ചെയ്യാവുന്ന ട്രേഡ്സുകളായിരുന്നു. വീണ്ടും പ്രൈസ് പിറ്റേ ദിവസം ആ ഗ്യാപ്പിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. നമ്മുടെ ഏഷ്യൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രീവിയസ് ഡേയുടെ ലോ തന്നെ ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാമായിരുന്നതാണ്. പ്രീവിയസ് ഹൈ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു, ആ സെക്ഷൻ്റെ ഹൈ തന്നെ. ഈ ഹൈ പോയി ഒന്ന് ടാർഗറ്റ് ചെയ്യരുത്. നമ്മൾ റേഞ്ചാണ്, സൈഡ് വേ ട്രെൻഡ് ആണെന്ന് പറയുമ്പോൾ ഈ ഹൈ ഒന്നും പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ബൈ ഉണ്ടായിരുന്നു. ഈ സെല്ല് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ബൈ സൈഡ് മാത്രമേ നോക്കാൻ. നിങ്ങൾക്ക് വീണ്ടും ലോ ബ്രേക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ലൊരു എൻട്രി, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വീണ്ടും ബൈ എൻട്രീസ് നോക്കായിരുന്നു. പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഈ ഹൈ ടാർഗറ്റ് ചെയ്യാൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വീണ്ടും പ്രൈസ് വന്നിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈ സൈഡ് മാത്രമേ ഞാൻ പറയണം, സെൽ സൈഡ് വേണ്ട, എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട, കുഴപ്പമില്ല കേട്ടോ. വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഈ ഹൈയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഹൈ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ഈ ഹൈയും എടുത്തു, പ്രീവിയസ് ഡേയുടെ ഹൈയും കൂടി എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ പ്രൈസ് രണ്ട് സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പക്ഷേ സെൽ സൈഡിലേക്ക് നമ്മൾ നോക്കിയെടുത്തില്ല. പ്രീവിയസ് ഡേയുടെ ഹൈ ലിക്വിഡേറ്റ് ചെയ്തു, നല്ല എൻട്രി ആയിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രീവിയസ് ലോ വരെ, ഈ ഒരു ലോ വരെ നല്ലൊരു ടാർഗറ്റ് എടുത്താണെങ്കിലും മാറായിരുന്നു. ഓക്കെ, അതും വിട്ട് കളഞ്ഞു. വീണ്ടും പ്രീവിയസ് ഡേയുടെ ലോ ഫസ്റ്റ് ലിക്വിഡേറ്റ് ചെയ്തു. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്നു. പ്രൈസ് പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ആണ്. ആ ഹൈ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു SL അടിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളിവിടെ നോക്കേണ്ടതെന്ന് ചോക്ക് തന്നു. പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കി, ഒരു IDM ഉണ്ടായിരുന്നു, IDM എടുത്തു. ചോക്ക് വിത്ത് IDM ഒക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് അത് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ്, പ്രൈസ് ബുള്ളിഷാണ്. പ്രൈസ് ഇനിയും കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 50 മിനിറ്റിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോക്ക് വിത്ത് IDM തന്നു. പ്രീവിയസ് ലോ ലിക്വിഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വിത്തൗട്ട് IDM നമുക്ക് എൻട്രി നോക്കാം. വിത്തൗട്ട് IDM നോക്കിക്കഴിയുമ്പോൾ പ്രീവിയസ് ചോക്ക് ഇതാണ്. ഈ ചോക്ക് തന്നു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചോക്ക് തന്നു, ബ്രേക്ക് ചെയ്തു. പ്രൈസ് വിത്തൗട്ട് IDM ഇവിടെ നോക്കുമ്പോൾ IDM ഇല്ല, ഇതാണ് ഹൈ. വിത്തൗട്ട് IDM നിന്ന് എൻട്രി കയറി, ഞാൻ എടുത്തൊരു എൻട്രിയാണ്, മനസ്സിലായോ? എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് IDM നിന്ന് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ 50 മിനിറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 50 മിനിറ്റിലൊക്കെ റിഫൈൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ, 2 ടൈം ഫ്രെയിം എപ്പോഴും നോക്കണം. ഏത് ടൈം ഫ്രെയിമിലാണ് കിട്ടുന്ന ആ ടൈം ഫ്രെയിമിൽ കയറുക. നമുക്ക് എന്ത് ചെയ്യുക, ഞാൻ എന്തായാലും ഈ ഹൈ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ റൺ ചെയ്ത ട്രേഡായിരുന്നു. നല്ല മൂവ്മെൻറ്റ്, ഇവിടെ നോക്കിയാൽ നല്ല ബിൽഡപ്പ് തന്നില്ലേ ട്രേഡ്, നല്ല ബിൽഡപ്പ് തന്നെ. ഇങ്ങോട്ട് ഇറങ്ങിയത് എങ്ങനെയാണോ, പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്ത് ഇറങ്ങിയത് എങ്ങനെയാണോ, അതേപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ലോ എടുത്ത് കയറിയപ്പോഴും തിരിച്ച് നല്ല രീതിയിൽ പ്രൈസ് കയറി. പിന്നെ നമുക്ക് വീണ്ടും പ്രൈസ് വന്നതാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കണമെങ്കിൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ലണ്ടൻ്റെ ലോയും ഇതിൻ്റെ ലോയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ്റെയും ഏഷ്യൻ്റെ ലോയും ലിക്വിഡേറ്റ് ഉണ്ട്, ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും പ്രൈസ്. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണെന്നുകൊണ്ട് നോക്കിയേ, ആ ഹൈ നേരത്തെ ഉണ്ടാക്കിയ ഹൈ തന്നെ പ്രൈസ് എടുത്തു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈ എടുത്ത് ഇറങ്ങി. അതായത് ഏഷ്യൻ ബുള്ളിഷായിരുന്നു, ലണ്ടൻ ബുള്ളിഷായിരുന്നു. അപ്പോൾ ന്യൂയോർക്കും ബുള്ളിഷ് ആവൂലേ? ന്യൂയോർക്ക് ബിയറിഷ് ആവൂലേ? ഉറപ്പായിട്ടും ബിയറിഷായി. ന്യൂയോർക്ക് ബിയറിഷ് ആകണേ എന്തിനാണ്? ഓപ്പോസിറ്റ് മൂവ് ചെയ്യണത് എന്തിനാണ്? ഇതിൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കയറാം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. അല്ലാതെ പ്രൈസ് ഇനിയും ബിയറിഷിൽ ക്ലോസ് ചെയ്യുമെന്ന് വിചാരിക്കില്ല. ഈ ഒരു ന്യൂയോർക്കിൽ മൂവ്മെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ന്യൂയോർക്ക് അതിൻ്റെ പണിയും കഴിഞ്ഞ് അടുത്ത മൂവ്മെൻറ്റിന് പോകും, അടുത്ത ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി പോകും. കണ്ടോ, അടുത്ത ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് ഇറങ്ങി. അപ്പോൾ ധൈര്യമായിട്ട്, ഇത് ഏഷ്യൻ ബുള്ളിഷായിരുന്നു, ലണ്ടൻ ബുള്ളിഷായിരുന്നു, ന്യൂയോർക്ക് ബിയറിഷായിരുന്നു. ബിയറിഷിൽ വന്ന് ലണ്ടൻ്റെയും ഏഷ്യൻ്റെയും ലിക്വിഡിറ്റി എടുത്തു. ഇനിയിപ്പോൾ ന്യൂയോർക്ക് ബിയറിഷിൽ ക്ലോസ് ചെയ്യില്ല, ബുള്ളിഷിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. നല്ലൊരു എൻട്രി ആയിരുന്നു. നെക്സ്റ്റ് വീണ്ടും
പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ്റെ ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കൺഫർമേഷൻ തന്നു കണ്ടോ. ഇവിടെ ഒരു ട്രാപ്പായിരുന്നു, നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തു, നമ്മളെ ട്രാപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് ട്രാപ്പായി എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? സെക്ഷൻ കഴിഞ്ഞു. ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമ്മളുടെ ന്യൂയോർക്ക് സെക്ഷൻ കഴിയുമ്പോൾ ന്യൂയോർക്ക് സെക്ഷൻ്റെ ഹൈയിലോ ലോയിലാണ് നിൽക്കണമെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക, ഹൈ ഒന്നും കൂടി എടുത്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വേറെ PO ഒന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് ആ സെക്ഷൻ്റെ ഹൈ ഒന്നും കൂടി എടുത്തിട്ട് പോയതാണ് ഈ ട്രാപ്പ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ടായിരുന്നു, ഒരു ബ്രേക്കും സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആളുടെ പ്രോഫിറ്റ് എടുത്തോ. വീണ്ടും നെക്സ്റ്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. പ്രീവിയസ് ലോയോ ഇതൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. നല്ലൊരു എൻട്രി സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ നല്ല ഒരുപാട് എൻട്രീസുകൾ ഉണ്ടായിരുന്നു, നല്ല എൻട്രികളായിരുന്നു. അപ്പോൾ പല ആൾക്കാരും എടുത്തിട്ട് എനിക്ക് അയച്ചായിരുന്നു. കുറേ ആളുകൾ ഈ ഒരു ഇടക്കായിട്ട് നമ്മൾ ഒരുപാട് ട്രേഡുകൾ സിഗ്നൽ പോലെ അഴക്കുന്ന രീതിയിൽ പല ആൾക്കാരും പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആകാനാ താല്പര്യമൊന്നും പറഞ്ഞ് ചില ആൾക്കാർ മെസ്സേജ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പിന്നീട് ഫ്രീ ആയ സമയത്ത് വിടായിരുന്നത്. പക്ഷേ പല ആൾക്കാരും നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിട്ട് എടുത്തില്ല. പക്ഷേ നിങ്ങളിതൊരു സിഗ്നൽ ഗ്രൂപ്പായിട്ട് കരുതരുത്. ഞാൻ ഓൾറെഡി എൻട്രികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ സമയത്ത് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്നെപ്പോലെ ഇതേപോലെ അലർട്ടാക്കിയിട്ട് വെക്കുക. അപ്പോൾ അലർട്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ സമയത്ത് ട്രേഡിന് കയറാം. നല്ല പ്രോഫിറ്റല്ലേ കിട്ടുന്നത്. എല്ലാ ട്രേഡുകളും നല്ല ട്രേഡുകളല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് ആ ട്രേഡിന് കയറുക. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈഡേ ഞാൻ പറയണ ഏഷ്യനും ലണ്ടനും നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ. ന്യൂയോർക്കിൽ പോയി തലവെക്കാതിരിക്കുക. ന്യൂയോർക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യാം, കറക്റ്റായിട്ട് മൂവ് ചെയ്യാതിരിക്കുക. 50% സാധ്യത പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. എല്ലാവരും ഓൾറെഡി ഏഷ്യൻ ലണ്ടനോടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൺഡേ എപ്പോഴും നോക്കി ശ്രദ്ധിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാം. ഫ്രൈഡേ ഏഷ്യൻ ലണ്ടനും എന്തെങ്കിലും ട്രേഡ് കിട്ടണേ ചെയ്യുക. ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ പാർട്ടിക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറിക്കോ. നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ കാര്യങ്ങൾക്ക് പോയിക്കോ. അല്ലാതെ ഇതിന് മുമ്പിൽ കുത്തിയിരുന്ന് വെറുതെ ആ സമയത്ത് കിട്ടിയ പ്രോഫിറ്റ് വെറുതെ കളയാമെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ വെറുതെ പോയി കളയാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ സ്ട്രക്ചർ ബേസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഡേയുടെ സെറ്റപ്പിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം വരുമ്പോഴും പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് തന്നെ വരാം. ഇപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ ഒരു വീക്കിൻ്റെ ലോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഈ ലോ എടുത്തു കഴിയുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡേയുടെ ഐഡിയും എടുത്തിട്ട് പോകും. ഡേയുടെ ഐഡിയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ എടുക്കുക എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ബൈ എടുക്കുക. ബൈ എൻട്രീസ് തന്നെ കൂടുതൽ നോക്കുക. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നോക്കാം. ബ്രിട്ടീഷ് പൗണ്ട് കുറച്ച് നാളായിട്ട് നല്ല ബുള്ളിഷിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് ഒരു ബിയറിഷിലേക്ക് വരുന്നുണ്ട്. ഒരു ബിയറിഷിലേക്കൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും ഇനി മൂവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് മന്തിൻ്റെ എടുക്കുകയാണെങ്കിലും ഓൾറെഡി ബുള്ളിഷ് തന്നെയാണ്. മന്തിൻ്റെ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ മന്തിൻ്റെ ഒരു OBയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കട്ടെ, നമുക്ക് മിറ്റിഗേഷൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. മിറ്റിഗേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇനിയും അപ്പോൾ പ്രൈസ് മേളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യുക. ഇന്ത്യൻ സ്ട്രക്ചറാണ്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഹൈ എടുത്തിരിക്കുന്ന വീക്കിൻ്റെ ഒരു ഹൈ എടുത്തിരിക്കുന്ന ബോഡി ബ്രേക്ക് ആണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു പുൾ ബാക്ക് എടുക്കണമെങ്കിൽ ഈ ലോ എടുത്തിട്ട് വീണ്ടും പ്രൈസ് മേളിലേക്ക് പോകാം. ഡേയിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷിലേക്ക് വന്ന് ഡേയുടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നു. ഇനി ചിലപ്പോൾ ഒരു ഐഡിയം എടുക്കാൻ വേണ്ടി വരാം. അത്രയൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഒരു 3 ദിവസമായിട്ട് മാത്രമാണ് പ്രൈസ് ബിയറിഷിലേക്ക് വന്നത്. ഇപ്പോൾ 4 ഹവറിൻ്റെ നോക്കുകയാണെങ്കിൽ 4 ഹവറിൻ്റെ ഒരു എക്സ്ട്രീം OB ഉണ്ട്. ഇവിടെ നിന്ന് പുൾ ബാക്ക് എടുക്കുക. ഉറപ്പായിട്ടും ഇവിടെ നല്ലൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം. 1 ഹവറിൻ്റെ സെറ്റപ്പിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. ഈ ഓർഡർ ഫ്ലോയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാരും ബൈ എടുക്കട്ടെ. ഓൾറെഡി ന്യൂയോർക്ക് മാർക്കറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ന്യൂയോർക്ക് മാർക്കറ്റിലാവുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് ഈ ഒരു പുൾ ബാക്ക് എടുത്തതാണ് ബിയറിഷിലേക്ക് വന്നത്. അതും പറഞ്ഞാൽ ഒരിക്കലും ബിയറിഷില്ല, ബുള്ളിഷിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡേ 4 ഹവർ 1 ഹവറൊക്കെ അല്ലേ ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. നിങ്ങൾക്കിപ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് ഒരു പുൾ ബാക്ക് എടുക്കണതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൈ സെറ്റപ്പും സെൽ സെറ്റപ്പും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് സെല്ലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സെല്ലിലേക്ക് നോക്കാം. മന്തിൻ്റെ നോക്കാൻ റേഞ്ച് തന്നെയാണ്. ഒരു പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ പ്രൈസ് എടുത്തിട്ടുണ്ട്. നല്ല റിയാക്ഷൻ തരാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും വീക്കിൻ്റെ നോക്കണമെങ്കിൽ പ്രൈസും
ഈ ലോ വിക്ക് ബ്രേക്ക് നടത്തിയത് കൊണ്ട് തന്നെ വീണ്ടും ഈ ഹൈ വന്നും വിക്ക് ബ്രേക്ക് നടത്തി. അപ്പോൾ ഈ ഹൈ ആണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ റിയാക്ഷനാണ്. ഇവിടുന്ന് പ്രൈസ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാം, ഇതിൻ്റെ ലോ വരെ പോകാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് താഴേക്ക് പോകാനായിട്ട് എന്ത് കൺഫർമേഷനാണ് കിട്ടിയേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈനെ വന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ IFC ക്യാൻഡിലാണ്. അതിൻ്റെ ലോ ബോഡി ബ്രേക്കാണ് ചെയ്തിരിക്കുന്ന. ട്രാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഒരു പ്രീവിയസ് ലോ വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ലോങ് ടൈം സെല്ലൊക്കെ നോക്കാൻ പറ്റുന്നൊരു ഇവിടം വരെയൊക്കെ സെല്ലൊക്കെ നോക്കാൻ പറ്റുന്ന സെറ്റപ്പിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് സെല്ലെടുക്കുക. 4 അവർ വരെയാണെങ്കിൽ 4 അവറിൻ്റെ ഐഡിയം എടുത്തു. പ്രൈസ് 4 അവറിൻ്റെ ഡിസിഷൻ ഉണ്ട്. ഇവിടം വരെയൊക്കെ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ബൈ സെറ്റപ്പ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കട്ടെ. 4 അവറിൻ്റെ ഡിസിഷൻ ഓഫ് ചെയ്യുന്നതാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നല്ല നല്ല എൻട്രികൾ ഈ ആഴ്ച ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോഴായിട്ട് ഗോൾഡിൽ നല്ല മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റും കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ഗോൾഡാണ് നോക്കുന്നത്. അപ്പോൾ 1 അവറിൽ വരികയാണെങ്കിൽ 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഡേയുടെ ആ ഒരു മൂവ്മെൻറ്റ് പ്രൈസ് വരാം 4 അവറിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീമിലേക്ക് വരാൻ നേരത്ത് ഇത് സാധാരണ രീതിയിൽ ഒരു ബീരിഷിലേക്ക് വരാം. നമുക്ക് 50 മിനിറ്റിലും ബീരിഷിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒരു ഡിസിഷൻ ഓബി എക്സ്ട്രീം ഓബിയിലൊക്കെ പ്രൈസ് വരികയാണെങ്കിൽ 1 അവറിൻ്റെ 50 മിനിറ്റിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഓൾറെഡി ഇനി ഡേയുടെ ആ ഒരു IFC ക്യാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ബീരിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിനിമം പ്രീവിയസ് ലോ വരെയൊക്കെ ബീരിഷിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂറോയിസ്റ്റിലേക്ക് വരാം. യൂറോയിസ്റ്റിയിൽ ഓൾറെഡി നമ്മൾക്ക് യൂറോയിസ്റ്റിയിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഡേയുടെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത് അല്ലേ. ഡേയുടെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊരു ലോങ് ടൈം സെല്ല് നോക്കാൻ പറ്റുന്നതാണ്. എന്നെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ യൂറോയിസ്റ്റിയിലൊരു ട്രേഡ് എടുക്കുന്നത് വരെ. അത് തന്നെ എനിക്ക് മിനിമം ഒരു 100 വിപ്പെങ്കിലും കിട്ടണമെന്നുള്ള താല്പര്യമുണ്ട്. ഒരു 50 വിപ്പ് പോലും പലപ്പോഴും നമ്മൾ ട്രേഡ് വെക്കുമ്പോൾ അത് വന്ന് ബ്രേക്ക് ഈവനോ SL അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എനിക്ക് താല്പര്യമില്ല. നോക്കിയ ഒരു 2 വർഷമായിട്ട് പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെയാണ് മന്തിൻ്റെ പോകുന്നത്. മന്തിൽ നോക്കിക്കഴിയണമെങ്കിൽ പ്രൈസ് നമുക്ക് മന്തിൻ്റെ സ്ട്രക്ചർ ബേസ് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ലോ ഉണ്ടായി, അതിൻ്റെ എക്സ്ട്രീമിൽ പ്രൈസ് വന്നു, അതിൻ്റെ ഹൈ വന്നു, അതേ സെയിം തന്നെ ഒരു ലോ ഉണ്ടാക്കി അതിൻ്റെ ഹൈ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതേ സംഭവം ഇവിടെയും ബിൽഡ് ചെയ്യാനുള്ള സാധ്യത തന്നെ കൂടുതലും മന്തിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ. വീക്കിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഈ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്ത്, പക്ഷേ ഇവിടെ നിൽക്കുന്ന ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ ഹൈനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രൈസ് ഓൾറെഡി ഇനി താഴേക്ക് വരാനുള്ള സാധ്യത തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ ഡേയുടെ സ്ട്രക്ചറിൽ വെച്ച് നോക്കണമെങ്കിൽ ഡേയുടെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അവിടെ നല്ല റിയാക്ഷൻ വന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ 1 2 3 4 അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ നല്ല ബുള്ളിഷിൽ നിൽക്കണമായിരുന്നു. അവിടെ നിന്ന് കണ്ടോ നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്നതും പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് ആയില്ലേ, നല്ല ബിയറിഷ് വന്നു അല്ലേ. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ഒരു ചെറിയൊരു പുൾ ബാക്ക് എടുക്കാം. അടുത്തൊരു നല്ലൊരു പുൾ ബാക്ക് എടുക്കുന്നത് മിക്കവാറും ഇവിടെ നിന്നായിരിക്കും പ്രൈസ് എടുക്കുന്നത്. നല്ല എൻട്രി ആയിരുന്നു. ഞാൻ ഏകദേശം 2 വെച്ചത് ലാസ്റ്റത്തെ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ കയറ്റി വെച്ചായിരുന്നു. എനിക്ക് പിന്നെ ഇതിനകത്ത് ഇനി ഇതിൽ ട്രേഡ് ചെയ്യണത് അല്ലെങ്കിൽ ഇനി ആണ്ടിലും കൊല്ലത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. പ്രൈസ് ഇനി കുറച്ച് നാൾ കണ്ടിന്യൂഷൻ ബിയറിഷിൽ തന്നെ ആയിരിക്കും. 4 അവറിലൊക്കെ ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൽ എൻട്രിയൊക്കെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സെല്ലിലേക്ക് ആയതുകൊണ്ട് തന്നെ സെൽ പൊസിഷനിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. 1 അവറിൽ വരികയാണെങ്കിൽ പ്രൈസ് ബിയറിഷിലേക്കായി. 50 മിനിറ്റിൽ വരികയാണെങ്കിൽ ഓൾറെഡി ബിയറിഷ് സ്ട്രക്ചറിലാണ് 50 മിനിറ്റ് പോകുന്നത്. 50 മിനിറ്റ് ഞാൻ വരക്കാറില്ല. 1 അവറിൽ നമുക്ക് ഇവിടെ നിന്നാണ് ഈ ഒരു എൻട്രി കിട്ടിയത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇട്ടതാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഈ സ്വിംഗ് ട്രേഡ് എടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മളുടെ സെപ്റ്റംബർ മന്തിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരാഴ്ചയിൽ 2 സ്റ്റുഡൻസിനെ വെച്ചാണ് എടുക്കുന്നത്. 1-to-1 ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ആഴ്ചയിലും 2 പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നെക്സ്റ്റ് വീക്ക് ഓക്കെ ആയിരിക്കണേണ്. അപ്പം അതിൻ്റെ അടുത്ത വീക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീക്കിൽ മെസ്സേജ് ചെയ്യരുത്. നിങ്ങൾ ഇന്നേ തന്നെ മെസ്സേജ് ചെയ്ത് പ്രീ ബുക്ക് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്ന ആളിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 1-to-1 ആണ്. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിപ്പിച്ചു പോകാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ എന്നെ ഫോൺ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.